കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മറഞ്ഞു നിൽക്കുന്ന ശക്തി കേന്ദ്രമായി കെ.സി. വേണുഗോപാൽ മാറിക്കഴിഞ്ഞുവെന്ന ആരോപണം വീണ്ടും ശക്തമാകുകയാണ്. താൻ മത്സരത്തിനില്ലെന്ന് ആവർത്തിക്കുമ്പോഴും വേണുഗോപാലിന്റെ ഉള്ളിൽ മുഴുവൻ അധികാരമോഹമാണ്. അതിന്റെ സൂചനകൾ പാർട്ടിയിൽ പ്രകടമാകാനും തുടങ്ങിയിട്ടുണ്ട്. ബീഹാർ തെരഞ്ഞെടുപ്പിലെ പരാജയം പോലും രാഷ്ട്രീയ ഉത്തരവാദിത്തമായി ഏറ്റെടുക്കാതെ ന്യായീകരണങ്ങളുടെ മറവിൽ മറയ്ക്കാൻ ശ്രമിച്ച വേണുഗോപാൽ ഇപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചുമതലയും പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുവെന്ന വിമർശനമാണ് ഉയരുന്നത്. പാർട്ടിയെ ഏകോപിപ്പിക്കേണ്ട സ്ഥാനത്തിരുന്നിട്ടും വർഗീയത വളർത്തിയതും മുതിർന്ന നേതാക്കളെ അകറ്റി നിർത്തിയതും അദ്ദേഹത്തിന്റെ നേതൃത്വ ശൈലിയാണെന്ന ആരോപണവും ശക്തമായിട്ടുണ്ട്. താൻ മത്സരത്തിനില്ലെന്ന് ആവർത്തിക്കുന്നുണ്ടെങ്കിലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിച്ച് UDF അധികാരത്തിലെത്തിയാൽ താക്കോൽ സ്ഥാനത്തേക്ക് താനുമുണ്ടാകുമെന്ന സൂചന പലപ്പോഴായി വേണുഗോപാൽ പരോക്ഷമായി നൽകുന്നുണ്ടെന്നാണ് നേതാക്കളും പറയുന്നത്. അടുത്തിടെ നടന്ന ബീഹാർ തെരഞ്ഞെടുപ്പിലുണ്ടായ നാണം കെട്ട പരാജയത്തിന്റെ ഭാരം തലയിൽ കെട്ടിവെച്ച് വേണുഗോപാലിന്റെ ഈ നീക്കത്തിന് തടയിടാനുള്ള ശ്രമവും നേതാക്കൾക്കുണ്ട്. കോൺഗ്രസ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ബീഹാറിലുണ്ടായത്. വോട്ട് ചോരി, കള്ളവോട്ട്, അധിക വോട്ട് തുടങ്ങി എന്തൊക്കെ ന്യായങ്ങൾ ഉയർത്തിയാലും അത് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്ന വാദമാണ് സംസ്ഥാന കോൺഗ്രസിലെ പ്രമുഖ വിഭാഗം ഉയർത്തുന്നത്. ഉള്ളതിലും അധിക വോട്ടുകൾ പോളായതാണ് ഈ നാണം കെട്ട തോൽവിക്ക് കാരണമെന്ന തരത്തിലുള്ള ന്യായീകരണവുമായി ബീഹാർ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ വേണുഗോപാൽ രംഗത്ത് വന്നിരുന്നു. ഇതൊക്കെ പരിശോധിച്ച് വേണ്ട പരിഹാരമുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞതാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇതിനെയൊക്കെ എതിർത്തുകൊണ്ട് വേണുഗോപാലിന്റെ കഴിവില്ലായ്മ ഉയർത്തിക്കാട്ടി അദ്ദേഹത്തെ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ നിന്നും ഒഴിവാക്കുന്നതിനുള്ള നീക്കം നടക്കുന്നത്. പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഡോക്ടർ ശശി തരൂരിനെ പോലും അനുനയിപ്പിച്ച് ഒപ്പം കൊണ്ടുവന്നത് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു. കെ.സി. വേണുഗോപാലിനോട് ശക്തമായ എതിർപ്പുള്ള തരൂരിനെ വീണ്ടും സജീവമാക്കിയതിന് പിന്നിൽ സംസ്ഥാനത്തെ നേതാക്കളാണ്. ബീഹാറിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം വേണുഗോപാലിന്റെ നേതൃത്വത്തിലായിരുന്നു. മറ്റിടങ്ങളിലേതുപോലെ തന്നെ അവിടെയും വേണുഗോപാലിന്റെ തന്ത്രങ്ങൾ പരാജയപ്പെട്ടുവെന്നാണ് സംസ്ഥാന കോൺഗ്രസിലെ വേണു വിരുദ്ധരുടെ നിലപാട്. വേണുഗോപാൽ പാർട്ടിയുടെ സംഘടനാ ചുമതല ഏറ്റെടുത്ത ശേഷം വലിയ തിരിച്ചടിയാണ് പല തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായിട്ടുള്ളതെന്നും അവർ കണക്കുകൾ നിരത്തി സമർത്ഥിക്കുന്നുണ്ട്. രാജ്യമാകെ ശ്രദ്ധിക്കുന്ന വോട്ട് ചോരി പോലെയുള്ള ഒരു വിഷയം രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്നെങ്കിലും അന്നന്നത്തെ അന്നത്തിന് വഴിമുട്ടിയിരിക്കുന്ന ബീഹാറിലെ പാവപ്പെട്ട ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെ ബന്ധപ്പെടുത്തി അവിടെ ഒരു പ്രചരണ തന്ത്രം ഒരുക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടുവെന്നാണ് സംസ്ഥാനത്ത് നിന്നും ഉയരുന്ന പരാതി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇതുതന്നെയായിരുന്നു സംഭവിച്ചത്. അതുകൊണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വേണുഗോപാലിന് നൽകരുതെന്ന ആവശ്യമായിരിക്കും പ്രധാനമായും സംസ്ഥാനത്തെ പ്രബലമായ ഒരു വിഭാഗം ഹൈക്കമാൻഡിന് മുന്നിൽ വെക്കുക. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വേളയിൽ സതീശനും സുധാകരനുമായൊക്കെ വളരെയധികം അടുപ്പമുണ്ടായിരുന്ന വേണുഗോപാൽ ഇപ്പോൾ അവരുമായിട്ടൊക്കെ പൂർണ്ണമായും അകന്ന മട്ടാണ്. ഷാഫി പറമ്പിൽ ഉൾപ്പെടെ സതീശനുമായി ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളുമായാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ബന്ധം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസിൽ വേണുഗോപാൽ വിഭാഗം, വേണുഗോപാൽ വിരുദ്ധ വിഭാഗം എന്നീ രണ്ടെണ്ണം മാത്രമാക്കാൻ പല കോണുകളിൽ നിന്നും ശ്രമം നടക്കുന്നുണ്ട്. ഇതിനായി ഹൈക്കമാൻഡുമായി ഇടഞ്ഞു നിൽക്കുന്ന ഡോക്ടർ ശശി തരൂരിനെ വരെ രംഗത്തിറക്കാനാണ് ആലോചന. ശശി തരൂരിന്റെയും പ്രശ്നം രാഹുലോ മറ്റ് നേതാക്കളോ ആയിരുന്നില്ലെന്നും ഈ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വേണുഗോപാൽ ആയിരുന്നു ശശി തരൂരിന്റെ പാർട്ടി വിരുദ്ധ നിലപാടിനും കാരണം. അദ്ദേഹത്തിന് അർഹമായ പരിഗണന നൽകുന്നതിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അകറ്റുന്നത് വേണുഗോപാൽ ആണെന്നാണ് തരൂർ പക്ഷക്കാർ പറയുന്നത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ തരൂർ നടത്തിയ പ്രതികരണം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അവിടെ പോയി പ്രചാരണം നടത്തിയ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ ഇത് വിശദീകരിക്കണമെന്നുള്ള തരൂരിന്റെ പ്രസ്താവന വേണുഗോപാലിന് ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് തരൂർ നടത്തിയ പ്രസ്താവനകൾ അതിലുള്ള അമർഷത്തിന്റെ ഭാഗമായിരുന്നുവെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇത്തരത്തിൽ പാർട്ടിയുമായി ഇടഞ്ഞു നിൽക്കുന്ന മുതിർന്ന നേതാക്കളിൽ വിശ്വാസം ഉറപ്പിച്ച് അവരെ പാർട്ടിയിൽ അടിയുറപ്പിച്ചു നിർത്തുന്നതിൽ വേണുഗോപാൽ തീർത്തും പരാജയപ്പെട്ടുവെന്ന പരാതിയും ശക്തമായിരിക്കുകയാണ്. നിരവധി പ്രമുഖരായ നേതാക്കൾ പാർട്ടി വിട്ടത് ചൂണ്ടിക്കാട്ടിയാണ് അവർ ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ വേണുഗോപാലിനെതിരായി നിൽക്കുന്നവരെ എല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുക എന്നതിനുള്ള ശ്രമമാണ് വിഘടിച്ചു നിൽക്കുന്ന വിവിധ കോൺഗ്രസ് വിഭാഗങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. അല്ലാത്ത പക്ഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ ശക്തമായ സ്വാധീനമുള്ള വ്യക്തി എന്ന നിലയിൽ
മുഖ്യമന്ത്രി പദം ഉൾപ്പെടെ വേണുഗോപാൽ കൊണ്ടുപോകുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. അതിനുള്ള അവസരം ഒഴിവാക്കുന്നതിന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുക്കാൻ അദ്ദേഹത്തിൽ നിന്ന് മാറ്റുക എന്നത് മാത്രമാണ് ചെയ്യാനുള്ളത്. അതിനുള്ള ഒരുക്കങ്ങളാണ് അണിയറയിൽ നടക്കുന്നത്. എന്നാൽ ഇത് എത്രമാത്രം വിജയിക്കുമെന്നതിൽ പലർക്കും സംശയമുണ്ട്. വേണുഗോപാലിനെ എതിർക്കണമെങ്കിൽ ചെന്നിത്തലയും സതീശനും ഒന്നിക്കേണ്ടതാണ്. അത് ഏറ്റവും കടുപ്പമുള്ള കാര്യവും. ചെന്നിത്തലയുടെ വിശ്വസ്തനായിരുന്ന സതീശൻ പിന്നിൽ നിന്നും കുത്തിയെന്നാണ് രമേശിന്റെ പരാതി. അതുപോലെ സതീശനും ചെന്നിത്തലയോട് വലിയ താല്പര്യമൊന്നുമില്ല. ഈ പശ്ചാത്തലത്തിൽ ഇവരെ ഒന്നിച്ചു കൊണ്ടുവരിക എന്നത് കാഠിന്യമേറിയ പ്രവൃത്തിയായിരിക്കും. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-നെ നയിക്കുന്നതിന്റെ ചുമതല ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കുമായി വീതം വെച്ച് നൽകിയതുപോലെ ഇക്കുറി രമേശിനും സതീശനുമായി അത് പങ്കിട്ട് നൽകി പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങളും ഇരു ഗ്രൂപ്പുകൾക്കുള്ളിലുമുള്ളവർ തന്നെ നടത്തുന്നുണ്ട്. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ചും ഇത്തരത്തിൽ എന്തെങ്കിലും ഒത്തുതീർപ്പുണ്ടാക്കാനാകുമെന്നാണ് അവരുടെ പക്ഷം. കെ മുരളീധരനെ കൂടി ഒപ്പം കൂട്ടാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിലും സതീശനുമായി കടുത്ത അകലത്തിലാണ് മുരളി. തൃശൂരിൽ തന്നെ പരാജയപ്പെടുത്തിയതിന് പിന്നിൽ വരെ സതീശന്റെ കൈകളുണ്ടെന്നാണ് മുരളിയുടെ വിചാരം. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോഴും ഈ രണ്ട് വിഭാഗങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയാണ്. അതേസമയം വേണുഗോപാലും മറ്റുമായി കുറച്ച് അടുപ്പം പുലർത്തുന്നുണ്ടോ എന്ന സംശയവും മറുപക്ഷങ്ങൾക്കുണ്ട്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ കേരളത്തിലെ കോൺഗ്രസിലെ ബലാബലങ്ങളിൽ പലതരം മാറ്റങ്ങളും സംഭവിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ബാക്കി കണ്ടറിയാം.